നിങ്ങൾ ഭാര്യയും ഭർത്താവൂടെ ഞങ്ങളെ ഒരുമാതിരി പൊട്ടന്മാരാക്കരുത്. ഈ ആഴ്ച അവിടെ കൂട്ടിയേ 3-ാമത്തെ ആഴ്ച നിങ്ങൾ ഈ അടവ് നടക്കുന്നത്. മനഃപൂർവ്വം അല്ലല്ലോ അനിയ, ചേട്ടൻ മറിഞ്ഞു വീണി ഇരിപ്പായിട്ടല്ലേ. മതി ചേച്ചി, ഈ ഡയലോഗ് ഞങ്ങൾ ആദ്യത്തെ വീക്ക് കേട്ടതാ. ഇനി ഈ സെന്റിമെന്റ്സ് ഒന്നും ഇവിടെ വർക്ക് ആവത്തില്ല. ഞങ്ങൾക്ക് പൈസ കിട്ടണം. ഇപ്പൊ നിങ്ങൾ പറയുന്നത് ഇങ്ങനെ ഈ ഇരിപ്പ് 2 മാസം ഇരിക്കുന്നു. ഇരുന്നോ, 6 മാസം വരുന്നോ, അത് നിങ്ങളുടെ ഇഷ്ടം. ഇപ്പം മുടങ്ങി ഉൾപ്പെടെ 3 ആഴ്ചത്തെ 2600 രൂപ ഞങ്ങൾക്ക് ഇന്ന് കിട്ടണം. മോനെ ഒരാഴ്ച കൂടെ ക്ഷമിക്കും, അടുത്ത ആഴ്ച എങ്ങനെയെങ്കിലും ഒപ്പിച്ചു തരാം. അതെ അനിയന്മാർ, ഈ ഒരാഴ്ചയും കൂടി. ഞങ്ങളിവിടെ മോനെയൊന്നും അനിയാന്നും ഒന്നും വിളിക്കേണ്ട കാര്യമില്ല. ഞങ്ങളിവിടെ പെങ്ങളും അനിയനും അച്ഛനും മോനും ഒന്നും കളിക്കാൻ വന്നതല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാശ് കിട്ടണം. ഞാൻ വീഴുന്നതിന് മുമ്പ് ഒരാഴ്ച പോലും അടവ് മുടങ്ങിയിട്ടില്ലല്ലോ. ഞാൻ മരിച്ചു പോയിട്ടില്ലല്ലോ. ജീവനുണ്ട്, അടുത്ത ആഴ്ച ഈ മുടങ്ങിയത് ഉൾപ്പെടെ ഞാൻ അടച്ചിരിക്കും. ഇതിലും ഭേദം ഇയാളെ ചാവുന്നതായിരുന്നല്ലോ. അയ്യോ, ദൈവദോഷം പറയല്ലേ നിങ്ങള്. പിന്നെ അല്ലാതെ മരിച്ചാരത്തെ ഇൻഷുറൻസ് എങ്കിലും ക്ലെയിം ചെയ്തെടുക്കാനും ഇത് അതും പറ്റത്തില്ലല്ലോ. ആ, ഒരു കാര്യം ചെയ്യ്, കൈ കിടക്കുന്ന വള കൊണ്ടുപോയി വിറ്റിട്ട് ഞങ്ങളുടെ ലോൺ ഫുൾ അങ്ങ് സെറ്റിൽ ചെയ്യും. ഇപ്പോഴാകുമ്പോൾ സ്വർണ്ണത്തിന് നല്ല വിലയുവാ. അയ്യോ, അതിനിത് ഗോൾഡ് കവറിങ്ങാ. അടിപൊളി. കൊഴുപ്പട്ടിയുടെ ആണെങ്കിലും ചേച്ചിക്ക് ആഡംബരത്തിന് ഒരു കുറവില്ലല്ലോ. ദാ രഘുവേട്ടൻ